പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ ന്യായാധിപൻ്റെ പുസ്തകത്തിലൂടെ സാംസന്റെ ജനനം കാണിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനം തിന്മ ചെയ്തതുകൊണ്ട് ഫിലിസ്ത്യരെ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്നു. ആ സമയത്താണ് സാംസന്റെ ജനനം. സോറായിൽ ദാൻ ഗോത്രത്തിൽപ്പെട്ട മനോവ എന്നൊരാളുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ വന്ധ്യയായിരുന്നു, മക്കളില്ലായിരുന്നു. അയാളുടെ ഭാര്യയുടെ പേര്, മനോവയുടെ ഭാര്യയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. മനോവയുടെ ഭാര്യയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നു, സൂക്ഷിക്കണം, അതുകൊണ്ട് സൂക്ഷിക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം. നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ജന്മന നാസീർ വ്രതക്കാരനായിരിക്കും. ദൈവത്തിൽ നിന്നുള്ളവനാണ്, ദൈവത്തിന് വേണ്ടപ്പെട്ടവനാണ്. അതിനാൽ നീ ഗർഭിണിയായിരിക്കുമ്പോൾ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും തന്നെ കഴിക്കരുത്. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഒന്നും തൊടുക പോലും അരുത്. അശുദ്ധമായതൊന്നും കഴിക്കാനേ പാടില്ല. കൂടാതെ ചിന്തയിലെപ്പോഴും ദൈവിക കാര്യങ്ങളിൽ മുഴുകുക, പ്രാർത്ഥനയിലായിരിക്കുക, ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവദൂതൻ അവിടെ നിന്ന് പോയി. ഇതാരാണെന്ന് മനോവയുടെ ഭാര്യയ്ക്ക് മനസ്സിലായിരുന്നില്ല. ആ കാര്യം നേരെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, മനോവയോട് ചെന്ന് പറഞ്ഞു, ഇനി വരെ എനിക്കൊരാൾ ഇങ്ങനൊരു സംഭവം പറഞ്ഞു പറഞ്ഞു. ഭയങ്കര പ്രകാശമായിരുന്നു, ദൈവദൂതനെ പോലെ ഇരിക്കുന്നു അയാൾ. അങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കരുത്, എനിക്ക് മകനുണ്ടാവും, അവൻ നാസീർ വ്രതക്കാരനായിരിക്കും, ജന്മന നാസീർ വ്രതക്കാരനായിരിക്കും. അപ്പോൾ ഞാൻ മുന്തിരിയുടെ ഫലങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, ലഹരിയ പാനീയങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, അശുദ്ധമായതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് അപ്രത്യക്ഷമായി. മനോവ ഇത് കേട്ടിട്ട്, ദൈവവിശ്വാസിയായ മനോവ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവെ, എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട, എൻ്റെ ഭാര്യയോട് പറഞ്ഞ അദ്ദേഹത്തെ വീണ്ടും എനിക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയുവാൻ വേണ്ടിയിട്ടാണ്. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അതനുസരിച്ച് വയലിലായിരിക്കുമ്പോഴും മനോവയുടെ ഭാര്യയ്ക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുക.